ഇത് മൊത്തം നമ്മൾ കരിമ്പന എന്ന് പറയും, അങ്ങനെയുള്ള ഇതാണ്. കൂടാതെ ഈ കരിമ്പനോടി കുറേ നാൾ വെച്ച് അതെല്ലാം ഹോളായിട്ടുണ്ട്. കെമിക്കൽ ഉപയോഗിക്കാനായിട്ട് കുറച്ച് പരിധികളുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി കൊടുക്കുകയും വേണം. ഇതെല്ലാം അതുപോലുള്ളതാണ്. ഇവിടെ പഴയതുമാണ് അവരിത് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം അങ്ങനെ കയറിയതുമാണ്. നമുക്ക് ഒരുപാട് കെമിക്കൽ ഇട്ടത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ക്വാളിറ്റി ഇല്ല ക്ലോത്ത്. എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി കൊടുക്കണം. വൃത്തിയാക്കിയുള്ള വീഡിയോ പിന്നെ ഞാൻ കാണിച്ചു തരാം. Three, two, one. സ്റ്റെയിൻ ഉണ്ടായിരുന്ന എല്ലാ ഇതും റിമൂവ് ചെയ്തു. സോഫ കവറിൻ്റെ ഇസ്ത്രീയും കഴിഞ്ഞു. അത് ഹാർഡ് മെറ്റീരിയലാണ്, ഫിനിഷിങ് ലേശം കുറവായിരിക്കും ഇസ്തിരിട്ട് കഴിഞ്ഞാൽ. ആദ്യം ഉണ്ടായിരുന്ന സ്റ്റെയിൻ മൊത്തം പോയി. സോഫ കവർ രണ്ട് ഭാഗം വൃത്തിയായി. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി കെമിക്കൽ ഇടാൻ പോകുന്ന കുഷ്യനാണ് ഇതിനകത്തുകൊണ്ട് സ്റ്റെയിനാണ്. ഇത് മൊത്തം ഓറഞ്ച് കളറുള്ള സ്റ്റെയിനാണ്. ശരിക്കും കളയുന്ന ടൂൾ ഇതാണ്, പക്ഷേ എനിക്ക് ഒന്നുകൂടെ സേഫ്റ്റി ആയിട്ട് മറ്റേ വുഡിൻ്റെ ഒരു പേരാണ് എനിക്ക് ഒന്ന് സേഫ്റ്റി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇതിനകത്ത് ഇത് വാഷ് ചെയ്ത് കളയണം. നമ്മൾ വാഷ് ചെയ്ത കുഷ്യൻ ഓക്കെ ആയിട്ടുണ്ട്. അതിനകത്ത് സ്പോഞ്ചൊന്നും മടങ്ങിയിരിപ്പുണ്ട്. അത് കറക്റ്റാക്കി കഴിഞ്ഞാൽ ഇത് എല്ലാം ഓക്കെ, വർക്ക് ഫിനിഷായി. പിന്നെ അത് പാക്ക് ചെയ്യുക. ഒത്തിരി പീസുണ്ട്.